ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കല വസന്തമായി, ജ്വാലയായി, വാളായി, വാക്കായി പെയ്തിറങ്ങുന്ന ഈ മെഹ്ഫിലിന്റെ കലാവേദിയിൽ ഏറെ കാലികമായ സമാധാനത്തിന്റെ തിരുദൂതർ എന്ന വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ പ്രവാചക നിയോഗത്തിന്റെ 1500-ാം ആണ്ടിലാണ് നാം ഉള്ളത് എന്നത് നമ്മുടെ ചർച്ചയ്ക്ക് പ്രസക്തി ഏറെ നൽകുന്നു. അതിനെനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി മുൻഅമിൽ മുതഫദ്ദിൽ. പ്രിയരെ, ഈ ലോകം പടക്കാൻ കരണീയരായ പ്രവാചകന്റെ കാരുണ്യത്തിന്റെ നിലക്കാത്ത വറ്റാത്ത ഓർമ്മകൾ നാം ഓർക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് ഒരു പരിശുദ്ധ വചനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവലോക പരിപാലകനായ റബ്ബുൽ ആലമീനായ അല്ലാഹു റഹ്മത്തുൽ ലിൽ ആലമീനായാണ്, സർവലോകത്തിനും അനുഗ്രഹമായാണ് തിരുനബിയെ നിയോഗിച്ചത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനത്തിലെ ആ ലോകങ്ങൾ എന്ന വാക്കിന്റെ വിശാലത പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. അത് മനുഷ്യനിൽ തുടങ്ങി മനുഷ്യനിൽ അവസാനിക്കുന്ന ഒന്നല്ല, മറിച്ച് ഭൂമിയിൽ തുടങ്ങി ആകാശത്തോളം പടർന്നു പന്തലിച്ച ഒരു മഹാസത്യമാണ്. നിശബ്ദമായി നമ്മെ സേവിക്കുന്ന ജീവജാലങ്ങൾക്കും നമുക്ക് തണുപ്പും തണലും നൽകുന്ന വൃക്ഷഫലാദികൾക്കും നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ജലാശയങ്ങൾക്കും നമ്മെ താങ്ങി നിർത്തുന്ന മണ്ണേ ഭൂമി, അങ്ങനെ നീളുന്ന ഓരോന്നിനും കാരുണ്യത്തിന്റെ മഹാവർഷമായിരുന്നു പ്രവാചകന്റെ നിയോഗം. റഷ്യ, യുക്രൈൻ, ഫലസ്തീൻ, ഇസ്രായേൽ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും അവസാനത്തെ കണക്കായി പുറത്തു വരുമ്പോൾ ഭീതിപ്പെടുത്തുന്ന മാനസിക കൊലപാതകത്തിന്റെ കണക്കുകൾക്ക് മുമ്പിൽ ലോകം പ്രവാചകന്റെ കാരുണ്യം നിറഞ്ഞ യുദ്ധ നിയമ സംഹിതകൾക്കായി കേഴുകയാണ്. പ്രാണൻ തുല്യം പ്രണയിച്ച തന്റെ പിറന്ന നാട്ടും വീട്ടും വിട്ട് ഹിജ്റ പോകേണ്ടി വന്ന പ്രവാചകൻ തിരികെ വന്നപ്പോൾ ഒരാളെ പോലും പ്രതികരിക്കാൻ നിന്നില്ല, മറിച്ച് നിരുപാധികം എല്ലാവർക്കും മാപ്പ് കൊടുക്കാനുള്ള ആ പ്രവാചകന്റെ മനസ്സ്. ത്വായിഫിന്റെ ഭൂമിയിൽ ചുണ്ടും ശരീരവും പൊട്ടി രക്തമൊലിച്ച് ക്ഷീണിച്ച അവശനായി മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇരുമലകൾക്കിടയിൽ ഞാൻ അവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ കാണിച്ച ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ്. വേട്ടയാടിക്കൊണ്ടുവന്ന പക്ഷിയുടെ കുഞ്ഞിനെ നോക്കിയിട്ട് ആരാണ് ഈ പക്ഷിയുടെ കുഞ്ഞിനെ വേട്ടയാടി വേദനിപ്പിച്ചത്, അതിനെ തിരികെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ജീവജാലങ്ങൾക്ക് പോലും കാരുണ്യത്തിന്റെ മാർഷമായി മാറിയ പ്രവാചക ജീവിതം. അങ്ങനെ എത്ര സംഭവങ്ങൾ മനുഷ്യനിലോ ജീവജാലങ്ങളിലോ തിട്ടപ്പെടുത്താനാകാത്ത സംഭവ വികാസങ്ങൾ ആ സംഭവബഹുലമായ ജീവിതത്തിൽ നമുക്കെത്ര കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പുണ്യനബി ശത്രുക്കളോട് കാണിച്ച സമീപനം, കുട്ടികളോടുള്ള വാത്സല്യം, അശരണരോടുള്ള കരുതൽ, വിധവാ സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം കാരുണ്യത്തിന്റെ ഓർമ്മകളായിരുന്നു. ആറ്റം ബോംബ് കണ്ടുപിടിച്ച സാർ റോബർട്ട് ഓപ്പൻഹൈമർ അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമാർ. ഈ ലോകത്തെ യുദ്ധങ്ങളും സംഹാരതാണ്ഡവങ്ങളും അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രവാചകനിലേക്ക് മടങ്ങാം. സംഭവബഹുലമായ 63 വർഷത്തെ കാരുണ്യത്തിനെ വറ്റാത്ത നീരുറവയിൽ നമുക്ക് പാനം ചെയ്യാം. ലോകത്ത് നമുക്ക് നന്മ വിതറാം. കാരുണ്യത്തിന്റെ ആ വാക്കുകൾ തന്നെയാണ് ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യൂ, എന്നാൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നമ്മളോടും കരുണ ചെയ്യും. ആകാശ ഭൂമിയിലുള്ള എല്ലാം നമുക്ക് കരുണ ചെയ്യേണ്ടവരാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതും. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ലോകത്തോട് ഒരിക്കൽ കൂടി ലോകമേ പ്രവാചകനെ പഠിക്കുക, ആ കാരുണ്യത്തിന്റെ മാതൃക ജീവിത മാർഗമാക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ജനസ്നേഹങ്ങൾ കൊണ്ട് ഹൃദയങ്ങൾ കീഴടക്കിയ കേച്ചേരിയുടെ പടർക്കളത്തിലെ രാത്രി എന്ന കവിതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇപ്രകാരം വർണ്ണിക്കുന്നില്ലേ: സർവലോകാനുഗ്രഹ കാരുണൻ കരുണാർദ്രൻ സാംസ്കൃതാഖ്യാനം അബ്ദുല്ലാത്മജൻ ജിതേന്ദ്രിയൻ ദൈവ സന്ദേശം പാരിനെത്തിക്കും പാവനൻ എന്നീ വാക്കുകളെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.